5-ാം അധ്യായമാണ്. കർമ്മസന്യാസ യോഗം. 2-ാം അധ്യായം മുതൽക്ക് ഒന്നുകൂടി പറയാം. കാരണം അവിടെയാണ് ഗീതയുടെ മർമ്മം നിൽക്കുന്നത്. 11 മുതൽക്ക് 18 ശ്ലോകങ്ങളെ കൊണ്ട് ആത്മാവിൻ്റെ അമരത, അതായത് പൂർണ്ണത, നിരപേക്ഷത, എന്തൊക്കെ പറയാൻ വെച്ചാൽ അതൊക്കെ സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ, ഇതൊക്കെ അതൊന്നും പറയാണ്ട് ശരീരം, ശരീരി എന്ന് മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. കാരണം സാധാരണക്കാരോട് മനസ്സിലാക്കുക വെച്ചാൽ ഒരു ശരീരമേ ഉള്ളൂ, ശരീരം തോന്നലാണ് നമ്മുടെ, അല്ലെങ്കിൽ സങ്കല്പമാണ് ഈശ്വരൻ്റെ എന്ന് വ്യക്തമാക്കി. എന്നിട്ട് പിന്നെ കർമ്മയോഗത്തെ പറ്റിയും പറഞ്ഞ് ഇങ്ങനത്തെ രണ്ടുള്ള ആളെ എങ്ങനെ ഇരിക്കും വെച്ചാൽ ആ ആളുടെ കഥ പറഞ്ഞിട്ടാണ് സുധപ്രജ്ഞനെയും പറ്റി പറഞ്ഞ് അവസാനിപ്പിച്ചു. വാസ്തവത്തിൽ ഗീത അവതോടുകൂടി അവസാനിക്കേണ്ടതാണ്. പിന്നെ എന്തേ ഇറങ്ങാൻ കാരണം വെച്ചാൽ അർജുനൻ്റെ ഒരു ചോദ്യമാണ്. എന്താ വെച്ചാൽ ജായസി ചേ കർമ്മണസ്ഥ, ഈ കർമ്മത്തിനേക്കാൾ നല്ലത് യോഗമാണെങ്കിൽ എന്തിനാ എന്നെ ഈ കർമ്മത്തിൽ ബുദ്ധിമുട്ടിക്കണേ എന്ന് പറയുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഈ ഇത് ബാക്കി ഗീത മുഴുവൻ പറഞ്ഞത് അതിനാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്ന് പറയാം ഇവിടെ. അതിൽ 3-ൽ ഈ മമത ഉപേക്ഷിക്കാനും 4-ൽ അഹന്ത ഉപേക്ഷിക്കാനും പറയുന്നത്. ഈ മമത ഉപേക്ഷിക്കൽ അഹന്ത ഉപേക്ഷിക്കലിനെ അപേക്ഷിച്ച് എളുപ്പമാണ്. ഞാൻ ചെയ്തു എന്നുള്ളത് അതങ്ങോട്ട് വിടുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമുണ്ട്. അപ്പം മമതയാണ്, അതിന് വേണ്ടിയിട്ടാണ് ആദ്യം അവിടെ പറഞ്ഞത്. ഭഗവാൻ 3-ൽ പറയാൻ കാരണം ഈ എല്ലാവർക്കും ഉണ്ട്, എത്രയൊക്കെ പറഞ്ഞാലും അഹന്ത അങ്ങോട്ട് പോകുമൊന്നുമില്ല, എളുപ്പം പറഞ്ഞ മനസ്സിലല്ല. 3-ൽ എന്ത് പറഞ്ഞു അവസാനം? യഹിശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. അപ്പോൾ ആഗ്രഹമാണ്, ആ ഭോക്തൃത്വ വാസന, അതില്ലാണ്ടേക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് 4-ലെ അവിടെ ജ്ഞാനകർമ്മസന്യാസ യോഗമാണ്. അവിടെ വിടാൻ പറയുന്നത് അഹങ്കാരത്തെയാണ്. ജ്ഞാനം കൊണ്ട് എന്ത് വേണം? കർത്തൃത്വം എനിക്കില്ല, കർത്തൃത്വം എന്നുള്ളത് ഉണ്ടാവാൻ വയ്യ എന്നുള്ളത്, അങ്ങനെ രണ്ടും പറഞ്ഞു. ഇത് പറഞ്ഞ് കേട്ടപ്പോൾ 5-ൽ അർജുനൻ ഒരു ചെറിയ സംശയം കൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സന്യാസമുണ്ട്, കർമ്മയോഗമുണ്ട്, രണ്ടും തുല്യമാണെന്നും പറഞ്ഞു വിടുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ കർമ്മം ചെയ്യുന്നത്? സന്യസിക്കുക എളുപ്പമല്ലേ, അതുകൊണ്ട് അതല്ലേ നല്ലത് എന്ന് ആണ് ചോദിക്കുന്നത് അർജുനനെ. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച സംശതി യച്ഛയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. സുനിശ്ചിതമായിട്ട് പറയൂ, സന്യാസവും നല്ലത് കർമ്മയോഗവും നല്ലത് എന്ന് ചോദിക്കുകയാണ്. സാമാന്യക്കാരുണ്ടാവുന്ന സംശയമാണ്. വാസ്തവത്തിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംശയം വരില്ല. കാരണം സന്യാസം എന്ന് പറയുന്നതും കർമ്മയോഗം എന്ന് പറയുന്നതും ഒരു നാണയത്തിൻ്റെ 2 വശ. അതിൽ നാണയത്തിൻ്റെ ഒരു വശത്ത് അതിൻ്റെ ഇത്ര ഉറുപ്പിക, 5 ഉറുപ്പിക എന്ന് എഴുതിയിട്ടുണ്ടാവും. മറ്റേ ഭാഗത്തൊരു ചിത്രവും ഉണ്ടാവും. ആ ചിത്രം അത് ഇപ്പോൾ നമ്മുടെ ആണെങ്കിൽ അശോക ചക്ര ധരിക്കുക. അതുപോലെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സൗകര്യമുണ്ട് ഈ കർമ്മയോഗത്തിന്. ഒരു രൂപമുണ്ട് അതിന്. സന്യാസത്തിൽ രൂപം തന്നെ ഇല്ലല്ലോ, അതിനകത്തേ ഉള്ളൂ. പക്ഷേ രണ്ടും കൂടിയാലാണല്ലേ നാണയാവുള്ളൂ. അപ്പോൾ രണ്ടല്ല ഒന്നാണെന്ന് പറയാൻ നീ ഭഗവാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ശ്രീ ഭഗവാൻ ഉവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോർത്തു കർമ്മസന്യാസാൽ കർമ്മയോഗോ വിശിഷ്യതേ. സന്യാസം കർമ്മയോഗം ഇത് രണ്ടും നിശ്രേയസം, നിശേഷം ശ്രേയസ്. അത് ശ്രേയസ് നന്മ വരുന്ന കാര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവർ 2 കൂട്ടരും 2 മാർഗവും തുല്യമാണ്, ഒരു വ്യത്യാസമില്ല. തയോസ്തു രണ്ടും തുല്യമാണെന്ന് പറഞ്ഞിട്ട് പറയാണ് തയോസ്തു കർമ്മസന്യാസാൽ കർമ്മയോഗോ വിശിഷ്ട. എന്നിട്ട് അതിൽ കർമ്മസന്യാസത്തെ അപേക്ഷിച്ചാൽ കർമ്മയോഗമാണ് വിശേഷണ നല്ലത്. വാസ്തവത്തിൽ സംശയം ഉണ്ടാവുന്നത് കഥ. കാരണം 1 കിലോ ഇരുമ്പും 1 കിലോ പഞ്ഞിയും തൂക്കം ഒപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേതാ
പറഞ്ഞാൽ സാധാരണ കുട്ടികൾ നമ്മൾ ചോദിച്ചാൽ 1 കിലോ പഞ്ഞിയും 1 കിലോ ഇരുമ്പ് ഏതാ അധികം തൂക്കം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇരുമ്പാന്ന് പറയും. ശ്രദ്ധിച്ചില്ല, 1 കിലോ ഇരുമ്പും 1 കിലോ പഞ്ഞിയാണ്. അല്ലാണ്ട് ഇരുമ്പോ പഞ്ഞിയോ എന്നല്ല ചോദിച്ചത്. ഇരുമ്പോ പഞ്ഞിയോ ചോദിച്ചാണെങ്കിൽ ഇരുമ്പാണ് കനുള്ളത്, പഞ്ഞിയല്ല അവിടെ. 1 കിലോ ഇരുമ്പും 1 കിലോ പഞ്ഞിയാണെങ്കിൽ തുല്യ. പക്ഷേ നമുക്ക് തോന്നല് പഞ്ഞി കാണുമ്പോൾ അത് എളുപ്പമാണ്, പോക്കുമ്പോൾ 1 കിലോ ഉണ്ടാവും, ഇതുകൊണ്ട് 1 കിലോ. അപ്പോൾ അതുമാതിരി സാധാരണക്കാരന് തോന്നുക കർമ്മയോഗം കുറേയൊക്കെ ഭേദമാണ്, ജ്ഞാനം സാധിക്കാൻ പ്രയാസമാണ് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവാം, സ്വാഭാവികമാണ്. അതിനാണ് ഭഗവാൻ പറഞ്ഞത് രണ്ടും ഒരുപോലെയാണ്. സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസ കരൗ ഉഭൗ തയോസ്തു അവയിൽ കർമ്മ സന്യാസം കർമ്മയോഗാൽ കർമ്മസന്യാസാൽ കർമ്മയോഗോ വിശിഷ്യതേ. കർമ്മയോഗ സന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗം വിശേഷേണ നന്ന്. എന്താ ഈ വിശേഷേഷണം നന്നെന്ന് പറയാൻ കാരണം എന്നുള്ളതാണ് ഇനി അനുധാനമുണ്ട്. രണ്ടും ഒരുപോലെയാണെങ്കിൽ പിന്നെ ഇതിനകത്ത് അധികം നന്ന് പറഞ്ഞത് എന്ന് പറയാൻ വെച്ചാൽ 12ാം അധ്യായത്തിൽ വരും നിർഗുണ ഭക്തിയും സഗുണഭക്തിയും. ഇതിലേതാ എന്നൊരു ചോദ്യമാണ് അർജുനൻ ചോദിക്കുക. അപ്പോൾ അവിടെ ഭഗവാൻ പറയും രണ്ടും തുല്യമാണ്, പക്ഷേ സഗുണഭക്തി നിർഗുണഭക്തിയെ അപേക്ഷിച്ച് എളുപ്പമാണ്. ഈ എളുപ്പം എന്ന് പറഞ്ഞാലോ, അതായത് ഈ എളുപ്പമാണെന്ന് പറഞ്ഞാൽ അപ്പം ഒരു ധാരണ വരും അത് വളരെ സൗകര്യമെന്നാണ്. അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അവിടെ അറിയോ, അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, രണ്ടിനും വിഷമമുണ്ട്, വിഷമം കുറവാണ്. ഏതിന്? സഗുണത്തിന് വിഷമം കുറവാണ് എന്നുള്ളത്. അതായത് അത് വായിക്കാൻ ശ്രദ്ധിക്കാണ്ടേ സഗുണത്തിന് വിഷമം കുറവാണെന്ന് കേട്ട് ധരിക്കാണ്ടേ സഗുണം എളുപ്പമെന്ന് പറയാം. അവിടെ കുഴപ്പം. അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടിനും വിഷമമുണ്ട്. ക്ലേശോ അധികരസ്തേഷാം അവ്യക്തദാസക്ത ചേതസാം എന്നാ അവിടെ ശ്ലോകം വരാം. നിർഗുണഭക്തിക്ക് സഗുണഭക്തിയെ അപേക്ഷിച്ച് ക്ലേശം കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ സഗുണഭക്തിക്കും വയറ് നിറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നർത്ഥമുണ്ട്. ഇല്ലായൊന്നുമില്ല, പക്ഷേ അതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഈ സന്യാസവും കർമ്മയോഗത്തിന് പറഞ്ഞാൽ കർമ്മയോഗത്തെ അപേക്ഷിച്ച് സന്യാസത്തിന് ബുദ്ധിമുട്ട് കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ കർമ്മയോഗത്തിനും നല്ലോണം ബുദ്ധിമുട്ടുണ്ടെന്ന് അർത്ഥമാണല്ലോ, അല്ലാണ്ട് പറ്റാൻ പറ്റില്ലല്ലോ. അതവിടെ പറഞ്ഞത് സന്യാസ കർമ്മയോഗശ്ച നിശ്ചയേസ കരാവോ തയോസ്തു കർമ്മസന്യാസാൽ കർമ്മയോഗോ വിശിഷ്യത. കർമ്മയോഗം സാമാന്യക്കാരന് കുറേയും കൂടി എളുപ്പത്തിൽ, മറ്റവനെ എളുപ്പച്ചാൽ ബുദ്ധിമുട്ടില്ല എന്നല്ല, ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റും. മറ്റേത് അത്ര തന്നെ വയ്യ, അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എന്താണ് ആരാണ് ഇനി സന്യാസി എന്നുള്ളത് പറയാണ്? നേയ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്ദന്തോഹി മഹാബാഹോ സുഖം ബന്ധാൽ പ്രമുച്യതേ. നേയ അറിയേ, സ അവൻ നിത്യസന്യാസി, അവൻ നിത്യസന്യാസിയാണ് എന്നറിയുക. ആരെ? യോ ന ദ്വേഷ്ടി ന കാംക്ഷതി, ദ്വേഷിക്കണമില്ല ആഗ്രഹിക്കണമില്ല. അതായത് ഈ ഇതിൻ്റെ വ്യത്യാസം, കർമ്മയോഗത്തിനും കർമ്മസന്യാസത്തിനും വ്യത്യാസം പറയണത്, സന്യാസിക്ക് അഹം എന്നുള്ള ഭാവമില്ല. അഹം ഇല്ലാണ്ട് ലോകസേവനം ചെയ്യാം, കർത്തൃത്വത്തെ ഇല്ലാതെയായിട്ട് ലോകസേവനം ചെയ്യാം. കർമ്മയോഗി ഭോക്തൃത്വം ഇല്ലാതെയായിട്ട് രണ്ടാൾ ലോകസേവനം തന്നെയാണത്. ഒരാൾ കർത്തൃത്വത്തെ വേണ്ടെന്ന് വെച്ചിട്ട് ലോകസേവനം ചെയ്യണം, മറ്റൊരാൾ ഭോക്തൃത്വത്തെ വേണ്ട വെച്ചിട്ട് തരണു. ഈ ഭോക്തൃത്വം കളയാൻ എളുപ്പമുണ്ട്. എൻ്റെ ഒരു 4-5 ലഡ്ഡുണ്ട്, നിങ്ങൾ വന്ന് 4 ഉണ്ട് വിശക്കുന്നു പറഞ്ഞാൽ അങ്ങോട്ട് തരാൻ എനിക്ക് സാധിച്ചു തരും. കാരണം ദയ കണ്ടെന്ന് നമുക്ക് സാധിക്കും. ആ 4 ലഡ്ഡു നിങ്ങൾക്ക് കഴിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, സന്തോഷമായി എനിക്ക് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ മതി, എനിക്ക് സന്തോഷമായി. നിങ്ങളതൊന്നും പറയണ്ടേ, നിങ്ങൾ തന്നതൊന്നുമല്ല, ഞങ്ങളുടെ എന്നത് നിങ്ങൾ തട്ടിപ്പറിച്ച് വെച്ചതാണ്, നിങ്ങൾ തന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നുമല്ല ഇത്. അതായത് ഞാൻ തന്നു എന്നുള്ള ഒരു സ്നേഹമുണ്ടല്ലോ, അത് കാണിക്കില്ലായിരിക്കുക. അപ്പം എനിക്ക് ദേഷ്യം വരും. കാരണം ഞാൻ അല്ലേ തന്നത്, എന്നിട്ട് അതിനില്ല പറയണത്. മറ്റേതിന് വിഷമമില്ല. ഇപ്പോൾ സാധനം അങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കും. നിങ്ങളൊന്നുമല്ല തന്നത്, എൻ്റെ അധികാരമായിരുന്നു, നിങ്ങളെടുത്തതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയ്യ. അവിടെ ആ അഹത്തിൻ്റെ മുഴുവനും കാര്യം വരിക.
ആ ശരീരഭാവന ഏറ്റവും അധികം അഹങ്കാരത്തിനാണ്. അപ്പോൾ അതിനെ കളയാനാണ് വിഷമമുള്ളത്. ഒരാൾ അഹങ്കാരം കളഞ്ഞിട്ട് ലോകസേവനം ചെയ്യുന്നു, മറ്റേ ആൾ ഭോക്തൃത്വം വേണ്ടെന്ന് വെച്ചിട്ട് ലോകസേവനം ചെയ്യുന്നു. രണ്ടും തുല്യമാണ്. ഒന്നിൻ്റെ പേര് സന്യാസം, മറ്റേതിൻ്റെ പേര് കർമ്മയോഗം. കർമ്മല്ല, കർമ്മയോഗം എന്ന് വളരെ വ്യത്യാസമുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനിനോട് കൂടിച്ചേർക്കുക. നമ്മളൊക്കെ കർമ്മ ചെയ്യുന്നത്, മഹാത്മാവുകൾ കർമ്മയോഗ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, പ്രധാനമാണ് നിർദ്വന്ദ്വോഹി, ദ്വന്ദ്ഭാവനയില്ല. എഴുത്തച്ഛൻ്റെ ശ്ലോകം വളരെ നല്ലതാണ്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ വിധം ഉണ്ടാവതല്ല മമ പണ്ടക്കണക്ക വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകുമെങ്കിൽ നാരായണായ നമ എന്ന് അതിൽ പറയും. ഈ രണ്ടെന്ന് കാണുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ വരിക്കുക. അല്ലെങ്കിൽ ഭയം ദ്വിതീയാഭിനിവേശാൽ എന്ന് ഭാഗവത്തിൽ കാണും. രണ്ടാമതൊന്നുണ്ടാകുമ്പോൾ നാം ഭയം വരാം. തന്നെ ആർക്കും ഭയമില്ല. അപ്പോൾ ഭയം എങ്ങനെയാണ് ഇല്ലാണ്ടാക്കണമെന്ന് പറയാൻ ഭാഗവത്തിലേ. അപ്പോൾ വിനോജി പറയാണ് ഭയം ഇല്ലാതാക്കലൊരു ആവശ്യമാണ്. പക്ഷെ അതിന് പറഞ്ഞ ചികിത്സ അതിനേക്കാൾ ബുദ്ധിമുട്ടായാലോ ചോദിച്ചു. കാരണം രണ്ടെന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത് ഭയം ഇല്ലാണ്ടാവുന്നേക്കാളും ബുദ്ധിമുട്ടുണ്ട്, രണ്ടെന്നില്ല. അപ്പം എന്നാൽ എന്താ അതിനൊരു മാർഗം? അതിനൊരു സൂത്രം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടാമതുണ്ടെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അതിൻ്റെ പ്രേമഭാജന എന്ന് വിചാരിച്ചാൽ പിന്നെ പേടിക്കാനില്ല. അതായത് അപ്പോൾ അതിനാണ് അവിടെ ഈ രണ്ടെന്നില്ല എന്ന് പറയാൻ ദീർഘം പറഞ്ഞൊക്കെ ജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. പ്രേമഭാജനം എന്ന് പറഞ്ഞാൽ അവിടെ ഭക്തിയുടെ ഭാഗമാണ്. അപ്പോൾ ഭക്തിയോട് കൂടി ചേർന്ന ജ്ഞാനാണെങ്കിൽ എളുപ്പമുണ്ട്. വെറും ജ്ഞാനാണെങ്കിൽ അത് ഇങ്ങോട്ട് ഇറങ്ങില്ല, തൊണ്ടേ കൂടി ബുദ്ധിമുട്ടുണ്ട്. മറ്റേ കുറച്ച് കൽക്കണ്ടാണ്, അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് കലക്കിയിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ കൽക്കണ്ടത്തിൻ്റെ സ്വാദുമുണ്ട്, ഇറക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഭക്തി ചേർക്കുന്നത്. ആ ഭക്തി ചേർത്താൽ സൗകര്യം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, നിർദ്വന്ദ്വോഹി മഹാബാഹോ, നിർദ്വന്ദ്വനാണ് ആര്? സന്യാസി. ഈ സന്യാസം നിർദ്വന്ദ്വോ സുഖം ബന്ധാൽ പ്രമുച്യതേ, ബന്ധത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ മോചനം കൊള്ളും. പ്രകർഷേണ മുച്യതയെ വിടുന്നു ഇതിനൊക്കെ. കാരണം അഹം എന്നുള്ള തീരില്ലല്ലോ അയാൾക്ക്. അത് സാധിച്ചാൽ അയാളെ സംബന്ധിച്ചോളം അയാൾ കർമ്മയോഗ്യായി. ഇനി ഭഗവാൻ പറഞ്ഞു, സാഖ്യയോഗോ പൃഥക് ബാല പ്രവദന്തി ന പണ്ഡിത ഏകമാപ്യപ്യസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം. സാഖ്യവും യോഗവും. സാഖ്യം എന്ന് പറഞ്ഞാൽ സയൻസ്, യോഗം എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് സയൻസ്. പൃഥക് ബാല, ഇത് രണ്ടും വേറെയാണ് എന്ന് പറയുന്നത് ബാലന്മാരെന്ന് വെച്ചാൽ അർത്ഥം കുട്ടിയെന്നർത്ഥമല്ല, വിവരമില്ലാത്ത. നമ്മളൊക്കെ ഋഷിമാർ ബാലന്മാരെന്ന് വിളിക്കുക. കാരണം വിവരമില്ലാണ്. ഇപ്പോൾ വയസ്സ് 80 ആയാലും ബാലൻ തന്നെയാണ്, എൻ്റെ വിവരമില്ലെങ്കിൽ. 5 വയസ്സായാലെങ്കിലും വിവരമുണ്ടെങ്കിൽ അപ്പോൾ അയാൾ എന്താണ്, ബാലനല്ല, നല്ല യൗവനത്തിൻ്റെ അപ്പുറത്ത് ഉള്ള ആളാണ് ബാല. പ്രവദന്തി എന്ന പണ്ഡിത, പണ്ഡിതന്മാർ പറയാറില്ല എന്ത്, ഏകമാപ്യസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതി ഫലം. ഏതെങ്കിലും ഒന്ന് സാധിച്ചാൽ, സാഖ്യയോഗം സാധിച്ചാൽ മുഖതനായി, അല്ല കർമ്മയോഗം സാധിച്ചാൽ അപ്പോഴും മുഖതനായി. രണ്ടിനും വ്യത്യാസമില്ല, ഏതിലേതെങ്കിലും ഒന്ന്. രണ്ടും ഒരുപോലെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയാം. യൽ സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം തൈ തത് യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. യൽ സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം, ഈ ഏതൊരു കൊണ്ടാണോ ശാസ്ത്രം കൊണ്ട് എത്തുന്ന സ്ഥലം, തത് യോഗൈരപി ഗമ്യതേ, അത് യോഗം കൊണ്ട് എത്തും. രണ്ടിനും വ്യത്യാസമില്ല. ഏകം സാഖ്യം ച യോഗം ച, യോഗവും സാഖ്യവും ഒന്നാണ് എന്ന് ആര് പശ്യതി ച കാണുക ച അറിയുക, അയാൾ അറിഞ്ഞു. അയാൾക്ക് വ്യത്യാസമില്ല. കാരണം ഒരു ഭാഗത്ത് ഈ ഭോക്തൃത്വം കളഞ്ഞു കർമ്മയോഗത്തിൽ, മറ്റേതിൽ കർത്തൃത്വം കളഞ്ഞു. ഇതിലേതെങ്കിലും ഒന്ന് കളഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ബുദ്ധിമുട്ടൊക്കെ വാസന എന്ന് പറയാറുണ്ടല്ലോ. വാസന എന്ന് പറഞ്ഞാൽ സ്മെൽ എന്നല്ല അർത്ഥം കേട്ടോ. പലർക്കും അങ്ങനെ സംസ്കാരം കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് കണക്കിൽ നല്ല വാസന ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഈ മണം എന്ന് വരില്ലല്ലോ. ഒരാൾക്ക് ഈശ്വര വിശ്വാസത്തിൽ നല്ല വാസനയാണ് ആ കുട്ടിക്ക്. അതായത് താൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് വാസന. ഈ ജീവനാണ് വാസന ഉണ്ടാക്കുന്നത്. വാസന ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ബ്രഹ്മായി. കാരണം വേറെ വ്യത്യാസമൊന്നുമില്ല. വാസന വരുമ്പോഴാണ് പലതരത്തിലുള്ള പല ആളുകൾക്ക് വരുന്നത്. ആ വാസനകളെ പ്രധാന വാസന
ശരീരവാസനയാണ്, അഹങ്കാരം. അത് കഴിഞ്ഞാൽ മമത, എൻ്റെ ശരീരത്തോട് ബന്ധപ്പെട്ടത്, അതിൽ മമത. ഇങ്ങനെ ഈ രണ്ടുമില്ല. ഗീതയുടെ എന്നല്ല, ഈ അധ്യാത്മശാസ്ത്രത്തിൻ്റെ തന്നെ ഉദ്ദേശം ഈ അഹങ്കാരവും മമതയും ഇല്ലാണ്ടാക്കില്ല. അഹങ്കാരവും മമതയും ഉള്ളിടത്തോളം കാലം അധ്യാത്മകനല്ല, വെറുതെ പറയണ്. അത് രണ്ടും സാധിച്ചാൽ, രണ്ടിലെ ശ്ലോകം പ്രധാനമാണല്ലോ. വിഹായ കാമന്യസർവൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിമതിഗച്ഛതി. അവസാനത്തെ ശ്ലോക. അങ്ങനെയുള്ള ആൾ ബ്രഹ്മനിർമ്മാണം എന്നാണ് പിന്നെ പറയാൻ പോകുന്നത്. എന്താ അവിടെ? വിഹായ കാമാന്യസർവാൻ, അത് ഭോക്തൃത്വമാണ്. എല്ലാ കാമങ്ങളും വിട്ടു. പുമാൻ ചരതി നിസ്പൃഹ, സ്പൃഹയും കൂടി ഇല്ല, താൻ ജീവിച്ചിരിക്കണം എന്ന മോഹം കൂടി ഇല്ല. അതായത് ഈ അഹംഭാവം ഇല്ലാണ്ടേ. അതിന് വളരെ ശരിക്കും പറഞ്ഞു കൂട്ടും തന്നെ നിർമ്മമോ നിരഹങ്കാര. ഒരാൾ നിർമ്മമനായി, മറ്റേ നിരഹങ്കാരനായി, അയാൾ ശാന്തിയെ പ്രാപിക്കുന്നു. അയാൾക്ക് സംശയമില്ലാണ് ശാന്തി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയും നോക്കൂ, ആദ്യം നിർമ്മമനും പിന്നെ നിരഹങ്കാരന്, അല്ലെങ്കിൽ ആദ്യം കർമ്മയോഗവും പിന്നെ സന്യാസമാണ്. കാരണം കർമ്മയോഗത്തിൽ കൂടി വേണം സന്യാസിലേക്ക് വരാൻ. കാരണം ഒരു കർമ്മയോഗത്തിലെ ഒരു കോണിപ്പടിയുണ്ട്, സന്യാസിക്ക് കോണിപ്പടിയില്ല. അത് അടുത്ത പറയാൻ പോകുന്നുണ്ട്. അങ്ങോട്ട് ചാടിക്കറണം, അപ്പോൾ ചിലപ്പോൾ വീഴും, ബുദ്ധിമുട്ടുണ്ട്. ഇത് സാധിക്കും പറയണം. യൽ സാഖ്യേ പ്രാപ്യത്തെ സ്ഥാനം തദ് യോഗേരഭിഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. ഈ കാണൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ കാണലുണ്ട്. പലർക്കും വിചാരം ഈശ്വരനെ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. കാണാൻ്റെ ആന്തരകമായിട്ടൊരു കാണലുണ്ട്. അത് പലർക്കും പരിചയമില്ല. അതിനാണ് ശക്തി കൂടുക ആ കാണുന്നതിന്. കണ്ണുകൊണ്ട് കാണുന്നത് ചിലപ്പോൾ തെറ്റാം. ഉള്ളിലൊരു കാണലുണ്ട്. ആ കണ്ണിൽ തെറ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറയാം. എനിക്ക് വിശപ്പുണ്ട്. ഒരാൾ പറയണ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാലോ, വിശപ്പ് എങ്ങനെ കാണിച്ചു കൊടുക്കുക? എനിക്കറിയില്ല വിശപ്പുണ്ടെന്നുള്ളത്. അത് മാത്രമല്ല, ഞാൻ ഈ കാണുന്ന ഇപ്പോൾ ഈ മൈക്കിനെക്കാട്ടിലും പ്രധാനമായിട്ട് അറിയാം എനിക്ക് എൻ്റെ വിശപ്പുന്നുള്ളത്. ഇത് ചിലപ്പോൾ തെറ്റി കണ്ടു എന്ന് വരാം. വിശപ്പൊന്നും അങ്ങനെ വയ്യ. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ വിചാരങ്ങൾ അതിനൊക്കെ കാണുന്ന ഒരു കണ്ണുണ്ട്. ആ കണ്ണാണ് പ്രധാനപ്പെട്ട കണ്ണ്. അത് മാത്രമല്ല, അതിൽ കൂടിയാണ് ഞാൻ ആത്മാവാണെന്നും അറിയുന്നത്. ആ കണ്ണ് അങ്ങനെ ഒരു രണ്ട് തരം കണ്ണ്. ഒന്ന് പ്രാകൃതമായ ഈ കണ്ണ്, അതിന് പുറത്തുള്ള ചില കാര്യങ്ങളെ കാണാനല്ലാണ്ട് വേറൊന്നും സാധിക്കില്ല. മറ്റേ അത് ഉൾക്കണ്ണാണ്. ആ കണ്ണും കൂടി എന്തും കാണാൻ പറ്റും. അതിലാണ് കാണാൻ പറ്റുള്ളൂ. വിശപ്പ് എങ്ങനെയാണ് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ അതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതില്ല. അപ്പോൾ പറയാണ് ആ കണ്ണ് യ പശ്യതി സ പശ്യതി എന്നാണ്. ആരാണോ സ്വാനുഭവം എന്ന് പറഞ്ഞാലാണ് അഹ്യ നന്നാവുക. ആ കാണലന്നെ ഒരു അനുഭവമല്ലേ. അനുഭവം ഇന്ദ്രിയങ്ങളിൽ കൂടി ആണ് ഉണ്ടാവുക സാധാരണ. ഇന്ദ്രിയങ്ങളുടെ സഹായം ഇല്ലാതെയും ചിലതൊക്കെ പലതും അറിയാൻ സാധിക്കും. ഇപ്പോൾ അനന്തം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് ഈ ചെകിട്ട് കൂടി കേട്ടിട്ടല്ല, ബുദ്ധിയുടെ ആ ശക്തി കൊണ്ടാണ് അതിനൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു തോന്നൽ സാധിക്കുന്നത്. അപ്പോൾ അതിന് ശക്തി അധികം കൂടും. അപ്പോൾ സാഖ്യവും യോഗവും രണ്ടാണ് എന്ന് പറയുന്നത് ശരിയല്ല, ഒന്നാണെന്ന് പറയുന്നതാണ് ശരി. പക്ഷേ ഇപ്പം ചോദ്യം അർജുനൻ എന്നത് അങ്ങനെ എന്താ സന്യാസിനേക്കാൾ യോഗമാണെങ്കിൽ യോഗം പോരെന്നാ ചോദിക്കണം. ഇവിടെ അതിന് ഉത്തരം പറയാണ് ഭഗവാൻ. സന്യാസസ്തു മഹാബാഹോ ദുഃഖം ആപ്തും അയോഗത യോഗയുക്തോ മുനി ബ്രഹ്മ നജിരേണ അധിഗച്ഛതി. സന്യാസസ്തു, ഈ സംസ്കൃതത്തിൽ തു എന്ന് വന്നാൽ മുമ്പ് പറഞ്ഞ കാര്യത്തിന് മാറിയിട്ട് വേറൊരു കാര്യമാണ് പറയാൻ പറഞ്ഞത് എന്ന് അർത്ഥം വരും ഇതിന്. അപ്പോൾ ഇവിടെ സാഖ്യവും യോഗവും ഒന്നാണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇനിയൊരു സംശയം ഉണ്ടെങ്കിൽ സന്യാസസ്തു മഹാബാഹോ ദുഃഖം ആപ്തും അയോഗതം, അത് കിട്ടുക ഉണ്ടല്ലോ, ആപ്തും അതിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ എൻ്റേതാവുക, അതിന് വളരെ ദുഃഖം കൂടും. കാരണം അത് അവസാനത്തിൽ മാത്രമേ ഉള്ളൂ, ആദ്യത്തിലില്ല. ഈ മമത വിടുക എന്നുള്ളൊരു കാര്യം തന്നെ ഇല്ല. അഹന്തയാണ് വിടുന്നത്. മമത ഈ അഹന്തയിൽ നിന്ന് വന്നതാ. അതിൽ മമതയെ വിട്ടിട്ട് വേണം അഹന്ത ചെല്ലാൻ. ആ മമത തന്നെ വിടാണ്ട് അങ്ങടെ അഹന്ത വിടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. പലരും വിചാരിക്കുന്നത് എന്താണ്, കർമ്മയോഗം ഇല്ലാതെ സന്യാസം പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. അത് ശരിയല്ല. സന്യാസം സാധിക്കും. അത്
അല്പം ചില മഹാത്മാക്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരു ശ്രീ ശങ്കരാചാര്യ സ്വാമികൾക്കോ അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് മാത്രം സാധിക്കും. സാധാരണക്കാരനൊക്കെ മമത വിട്ടിട്ട് അഹങ്കാരം. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപതും അയോഗത യോഗയുക്തോ മുനിർ ബ്രഹ്മ നചിരേണ അധികച്ചത്. യോഗയുക്തൻ, യോഗത്തിന്, യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരാം. എന്ത് കൂടിച്ചേരുന്നത്? ഈ ശരീരം അല്ലെങ്കിൽ ഞാൻ ശരീരമാണെന്നുള്ള ഭാവം വിട്ടിട്ട് ആത്മാവായിട്ട് കൂടിച്ചേരാം. അതാണ് യോഗം. യോഗം എന്ന് പറഞ്ഞാൽ യുഞ്ച് ഒന്നിക്കുക. എല്ലാ കാര്യങ്ങളും രണ്ടുണ്ട് തോന്നുമ്പോഴാണ് ദുഃഖമൊക്കെ വരുന്നത്. ഈ അധ്യാത്മത്തിൻ്റെ തന്നെ ഏകത്വത്തിൽ ദുഃഖത്തിന് അവകാശമില്ലല്ലോ. നിർദ്വന്ദ്വം, അതിനെയാണ് യോഗം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ യോഗയുക്തോ അയാൾ മുനിഹി ബ്രഹ്മ ന അചിരേണ അധികച്ഛതി. വളരെ താമസിക്കാതെ അയാൾ ആ ബ്രഹ്മഭാവത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറേ അകല സ്ഥലം എന്നൊന്നും അർത്ഥമല്ല. സ്വയം നമുക്ക് അതിൽ പ്രകടമാവണം. ഈ പ്രകടമാവലും എത്തിച്ചേരലും വ്യത്യാസമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെയൊക്കെ അവതാരം തന്നെ ഉള്ളത് പ്രകടമാവുക. സൃഷ്ടി എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഉണ്ടാക്കല്ല, ഉള്ളത് മറഞ്ഞത് വെളിവാവുക, അതേ അർത്ഥമുള്ളൂ. അതുമാതിരി തന്നെ ഈ യോഗയുക്തനായിട്ടുള്ള ആൾ, ആര്? സന്യാസിക്ക് പോണ ആൾ കർമ്മയോഗത്തിൽ കൂടി തന്നെ പോയാൽ മെല്ലെ മെല്ലെ അറിയാതെ അയാളുടെ അഹങ്കാരം അങ്ങോട്ട് പോയിട്ട് അയാൾ സ്ഥിതപ്രജ്ഞനെ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് സന്യാസം എന്നുള്ളതിനും ഇതിനും കൂടിയുള്ള പ്രധാന വ്യത്യാസം, സന്യാസത്തിന് മാർഗം വളരെ ഇടുങ്ങിയതും എത്താൻ വളരെ വിഷമമുള്ളതാണ്. കർമ്മയോഗത്തിന് നല്ല റോഡാണ്, അതിൽ കൂടി തന്നെ പോവാം, എന്നിട്ട് അവിടേക്ക് എത്തിച്ചേരാം. അപ്പോൾ അതുകൊണ്ട് നല്ലതെന്താണ്? ഇവിടെ ചോദിച്ച ഇയാൾക്ക് ഈ യുദ്ധത്തിന് ഓടി പോകണമെന്ന് തോന്നണതാണ്. അത് വയ്യാന്ന് കാണിക്കലാണല്ലോ ഇവിടെ പറഞ്ഞത്. യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിത യുദ്ധമാണെന്നൊക്കെ. നമ്മൾ പലരും അധ്യാത്മം വന്നിട്ട് ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി വല്ല കാട്ടിൽ പോകാതിരിക്കുകയാണ്. അവിടെ പോയിരുന്നുകൊണ്ടൊന്നും സന്യാസാവില്ല. ഇവിടെ ഇരുന്ന് തന്നെ ഈ ഇതിനെ ജയിക്കണം. ആരെ? ഈ ലോകത്തെ ജയിക്കല് ലോകത്തിൽ ഇരുന്നിട്ട് വേണം. ലോകത്ത് നിന്ന് വിട്ടു പോയിട്ടാകുമ്പോൾ ജയിച്ചോലൊന്നും അറിയില്ല. പിന്നെ എന്തെങ്കിലും ആൾക്കൊരു വിഷമം വരുമ്പോഴാണ് അയാളുടെ ശരിക്ക് അതിൻ്റെ രൂപം പുറത്തു വരിക. അതായത് ഇവിടെ ഇരുന്നിട്ട് തന്നെ സാധിക്കണം. അപ്പം ഗീത ഇഹലോകത്തിലുള്ള ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാണ്ട് പരലോകത്തിലൊരു മോക്ഷം കിട്ടൽ ഗീതയ്ക്ക് ആവശ്യമില്ല. പരലോകത്തിന് മോക്ഷം കിട്ടുക എന്താ കിട്ടുന്നത് ആർക്കറിയാം. അപ്പം ഇവിടെ തന്നെ ആ സമാധാനം, മോക്ഷിച്ച മോഹനാശം എന്നൊക്കെ പറയുന്നല്ലോ, മോഹക്ഷയം, അത് ഇവിടെ സാധിക്കണം. അപ്പം അതിന് നല്ലത് കർമ്മയോഗമാണ് എന്ന് പറയണം. ഇനി യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അഭി ന ലിപ്യതേ. യോഗയുക്തോ, യോഗത്തിന് അതിലോടുകൂടി ചോരുന്ന ആൾ, അല്ലെ? 3 കാര്യങ്ങൾ: വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ. ഇങ്ങോട്ട് എടുക്കുക നല്ലത്. കാരണം അറിയോ, ആദ്യം ഒരാൾ യോഗത്തിനാകുമ്പോൾ ഇന്ദ്രിയങ്ങളെയാണ് ജയിക്കുക. നോക്കൂ, അവസാനത്തെ ജിതേന്ദ്രിയൻ അയാൾ ഏതായിരുന്നു? വിജിതാത്മ. ഇന്ദ്രിയങ്ങളെ ജയിക്കണമെങ്കിൽ മനസ്സിൻ്റെ ബുദ്ധിയുടെ സഹായം വേണം. എങ്കിലും ആദ്യം ജയിക്കേണ്ടത് ആദ്യത്തെ കോട്ട ഇന്ദ്രിയങ്ങളാണ്. 3 പറഞ്ഞിട്ടുണ്ട്. ആ ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയേഭ്യ പരം മനസ്സസ്തു യോ എന്നുള്ള ശ്ലോകം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളെ കുറച്ച് മനസ്സിരുത്തിയാൽ നമുക്കൊന്നും ഒതുക്കാൻ സാധിക്കും, ശ്രദ്ധിച്ചാൽ. അതിൽ ആ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഒതുങ്ങി കിട്ടി എന്ന് വന്നു വയ്ക്കുക. അപ്പം മനസ്സിനെ ഒതുക്കാൻ പിന്നത്തെ എളുപ്പമുണ്ട്. ഇവരുടെ സഹായം ഉണ്ടല്ലോ ഇന്ദ്രിയങ്ങളുടെ. അതാണ് ആരാണ്? വിജിതാത്മാ, അല്ലേ? അങ്ങനെ വരുമ്പോൾ ബുദ്ധി ഒതുങ്ങും. അതാണ് വിശുദ്ധാത്മാ. ഇങ്ങടാ ഇന്ദ്രിയങ്ങളെ ഒതുക്കുക, മനസ്സിനെ ഒതുക്കുക, ബുദ്ധി ഒതുക്കുക. പറയുമ്പോൾ പ്രധാനം ബുദ്ധിക്കാണ്. അതുകൊണ്ട് വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ എന്ന ശ്ലോകത്തിലെ ഇതിനെ മെല്ലെ ഇങ്ങോട്ട് തിരിച്ചാൽ അപ്പോൾ അയാൾ ആരാവും? ഈ ബുദ്ധിയെ കൂടിയും അങ്ങോട്ട് ജയിച്ചാൽ അയാൾ സർവഭൂതാത്മഭൂതാത്മ, എല്ലാ ഭൂതങ്ങളിലും ഞാൻ ആത്മാവാണുള്ളത് എന്ന് അയാൾക്ക് ബോധ്യം വരും. ഇപ്പോൾ ബോധത്തിന് 2 ഉണ്ട് നമ്മുടെ ബുദ്ധിക്ക്. ദ്വന്ദ്വമുണ്ട് ബുദ്ധിക്ക്. ആ ദ്വന്ദ്വത അങ്ങോട്ട് ഇല്ലാണ്ടാവും. ബുദ്ധിയിൽ ഏകത വരും. എങ്ങനെ? ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവ ജയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഏകത്വത്തിൻ്റെ ഭാവന ബുദ്ധിയിൽ അത് പ്രകാശിക്കും. അപ്പോൾ സർവഭൂതാത്മ
അയാൾ കുറുവൻ നബി എന്ന ലിപ്യത. അയാൾ പിന്നെ എന്തൊക്കെ പണിയിരുത്താലും അതിനോടുകൂടി ഒട്ടലില്ല. ഈ ഒട്ടലൊക്കെ ഒന്നുകിൽ ഞാൻ ചെയ്തു എന്നോ അല്ലെങ്കിൽ എൻ്റെ ആണെന്നോ രണ്ടൊട്ടലാണ് വരിക. അത് രണ്ടും അല്ലാണ്ട് ആവണമെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ ആണെന്നുള്ള ഒട്ടൽ അങ്ങോട്ട് പോകും. കാരണം എൻ്റെ എന്നുള്ളതൊക്കെ വരുന്നത് ഈ മനസ്സിൻ്റെയാണ്. ആ മനസ്സിനെ എല്ലാവരുടെയാണ് എന്നുള്ള തോന്നൽ വന്നാൽ എൻ്റെ പോയി. പിന്നെ ഉള്ളത് ബുദ്ധിയാണ് ഞാൻ എന്നുള്ളത്, അതും പോകും. അതിന് സഹായമാണ് ആദ്യം ഇന്ദ്രിയങ്ങളെ ഒതുക്കുന്നത്. അതിനാണ് ഇപ്പോൾ തപസ് എന്ന് പറയുന്നത്. യജ്ഞദാന തപങ്ങളൊക്കെ വേണമെന്ന് പറയും. തപസ് എന്ന് പറഞ്ഞാൽ വീണ്ടും പറയട്ടെ, കാമത്യാഗ തപസ്മൃത. ആഗ്രഹങ്ങളെ വേണ്ടാന്ന് വെക്കുന്നതാണ് തപസ്. അപ്പോൾ ആഗ്രഹങ്ങൾ എപ്പോഴും ആരെയാണ് പിടിക്കുന്നത്? ഇന്ദ്രിയങ്ങളെയാണ് ആദ്യം. ആദ്യത്തെ കോട്ട ഇന്ദ്രിയ. ആ ഇന്ദ്രിയങ്ങളിൽ ഇതിനൊന്നും മോഹമില്ല എന്ന് വന്നാൽ പ്രയാസമില്ലാണ്ട് ആൾക്ക് ആ ഇന്ദ്രിയങ്ങൾ ഒതുക്കി കിട്ടിയാൽ മനസ്സ് തന്നെ ഒതുങ്ങും. മനസ്സും കൂടി ഒതുങ്ങി കിട്ടിയാൽ അയാളായി സർവഭൂതാത്മ ബുദ്ധി ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പിന്നെ പ്രശ്നമില്ല. കാരണം അയാൾക്ക് അഹന്തിയും മമതിയും ഇല്ലാണ്ടേ. അപ്പോൾ ഈശ്വര തുല്യനായി. അങ്ങനെ പറയുന്നത് സർവ കുറുവൻ നബി. പിന്നെ അയാൾ വെറുതെ ഇരിക്കുന്നല്ല അർത്ഥം. അങ്ങനെ ഉള്ള ആൾ പിന്നെ അധികം പണിയെടുക്കും. എന്തില്ല, ബന്ധനില്ല, ഒട്ടലില്ല. ഒട്ടലാണല്ലോ പ്രശ്നം. അത് നൈവ കിഞ്ചിൽ കരോമീതി യുക്തോ മന്യേത തത്വവിൽ പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജുഗ്രൻ അശ്നൻ ശ്വപൻ ശ്വസൻ സ്വൻ പ്രലപൻ വിസൃജൻ ഗുണ്ണൻ ഉന്മിഷൻ നിമിഷൻ നബി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. 2 ശ്ലോകങ്ങൾ ഒരുമിച്ച്. നൈവ കിഞ്ചിൽ കരോമീതി, ഞാനൊന്നും ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് സങ്കല്പമില്ല. സങ്കല്പമുള്ളൂ ഇവിടെ, എല്ലാം സങ്കല്പമുള്ളൂ. സങ്കല്പമില്ലാണ്ടേ. നൈവ കിഞ്ചിൽ കരോമീതി യുക്തോ മന്യേത തത്വവിത്. തത്വവിത് എന്ന് പറഞ്ഞാൽ, തത്വം എന്ന് പറഞ്ഞാൽ നില. ഓരോ സ്റ്റേജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താ തത്വം വെച്ചാൽ, ഉദാഹരണത്തിന് ഞങ്ങൾ ഇതിലുണ്ട് ഭൂമി തത്വം വെച്ചാൽ സോളിഡ് എന്നുള്ള അർത്ഥമാണ്. ജലതത്വം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് എന്നർത്ഥമാണ്. അത് കഴിഞ്ഞാൽ അഗ്നിതത്വം എന്ന് പറഞ്ഞാൽ ലൂമിനേഷൻ, അതിൻ്റെ തത്വമാണ്. വായു പറഞ്ഞാൽ ചലനതത്വമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ സർവ്വതം നിറഞ്ഞ തത്വം. സർവ്വതം നിറഞ്ഞിട്ടുണ്ട്, ബോധമില്ല ആകാശത്തിന്. അങ്ങനെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ബോധം എന്ന് പറഞ്ഞൊരു തത്വമുണ്ട്, ബോധതത്വം. ആ തത്വത്തിനെയാണ് ബോധത്തിൽ വന്നാൽ എല്ലാം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനെയാണ് തൽ ത്വം അസി എന്ന് പറയുന്നത്. തത്വം ആ നിലയിൽ എല്ലാം ആത്മാവാണെന്നുള്ള നില. അതുപോലെ തന്നെ ഇവിടെ അപ്പം തത്വവിദ് എന്ന് പറഞ്ഞാൽ അർത്ഥം, തത്വത്തിൽ എന്ന് പറഞ്ഞാൽ ഇതറിയണ ആൾ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല. അഹങ്കാരം പോയില്ലോ അദ്ദേഹത്തിന്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതിലെ സന്യാസം. ആ സന്യാസി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെയ്യുന്നത് കണ്ണ് കണ്ടു, ചെവി കേട്ടു, മൂക്ക് മണത്തു, മാത്രമല്ല വേറെ ഉന്മിഷൻ നിമിഷം കണ്ണിങ്ങനെ ഈ ഇമയടക്കില്ലേ. വാസ്തവത്തിൽ ഇപ്പം തന്നെ അത് നമ്മളാരും ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇമ അടയ്ക്കേണ്ടതെന്ന് ചോദിക്കാറും പറയാറൊന്നുമില്ല, ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ. അതുപോലും അതുപോലെ ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പിടിച്ചു. ആ 10 പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എല്ലാ ഇന്ദ്രിയങ്ങളും ചെയ്തതും താൻ ചെയ്തു എന്ന അഹങ്കാരം ഇല്ലാത്ത ആളാവും ഈ മഹാത്മാവ്. അതിനാണല്ലോ സന്യാസി ഇപ്പോൾ പറയുന്നത്. സന്യാസം എന്ന് പറഞ്ഞാൽ കാവ്യവാസ്ത്രം എടുക്കലല്ലോ. ഈ താൻ അഹങ്കാരം ഇല്ലാതെയാണ്, ഒന്നും താൻ ചെയ്തു എന്ന് ഇല്ലാത്ത ഒരവസ്ഥ വരും. ബോധത്തോടു കൂടിയാണത് ഈ പറയണത്. ബോധമില്ലാണ്ട് ചെയ്യലുണ്ടല്ലോ, 2 തരത്തിൽ ചെയ്യലാവും. ബോധമില്ലാണ്ട് കണ്ണോണ്ട് നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ബോധം ഉണ്ടാകുമ്പോൾ അപ്പം അതിൻ്റെ പിന്നാലെ മനസ്സുണ്ടാകുമ്പോൾ ആ ഞാനെന്നുള്ള ഭാവം ഉണ്ടാവും. ഈ ഭാവേ പോണുള്ളൂ, അല്ലാണ്ട് ബുദ്ധി പോയിട്ടില്ല. വിവരമില്ലാത്ത ആളല്ല, വിവരത്തിൻ്റെ അങ്ങേ കാഷ്ഠയിലെത്തിയ ആളാണ്. അപ്പുറത്തെ പെരുമാറും. ഇപ്പം നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ആ വസ്തുവായിട്ട് ഒട്ടുമ്പോഴാണ് ദുഃഖം. എങ്ങനെ 2 തരത്തിൽ, ഞാനാ ചെയ്തത് എന്നുള്ള കർത്തൃത്വഭാവം, എനിക്കാണ് അതിൻ്റെ ഫലം വേണ്ടത് എന്നുള്ള ഭോക്തൃഭാവം. ആ 2 ഭാവേ മാറുന്നുള്ളൂ. ഇന്ദ്രിയങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അയാൾക്കൊന്നും മാറ്റമൊന്നും വരുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രകൃതിയാണ് ചെയ്യണതെന്നാ. എന്താ അത് ശാസ്ത്രം വെച്ചാൽ മാറ്റം വരുന്നതൊക്കെ പ്രകൃതിയിലേ വയ്ക്കൂ. ആത്മാവിന് വയ്യ. കാരണം ആത്മാവ് പൂർണ്ണമാണ്.
നിരപേക്ഷമാണ്, പലതുണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് നിരപേക്ഷ എന്നാണ്. ഒന്നിൻ്റെ അപേക്ഷയില്ല. എന്തെങ്കിലും ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ അടിമയായി അതിന്. അപ്പം എനിക്ക് പണം കിട്ടിയാലേ എനിക്ക് പറഞ്ഞാൽ ഞാൻ പണത്തിൻ്റെ അടിമയാവുകയാണ്. എന്നിട്ട് പണം ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഞാൻ കേമനാണെന്ന് വിചാരിക്കുന്നു. നേരെ മറിച്ചാണ് ഞാൻ പണത്തിൻ്റെ അടിമയായിരിക്കുന്നു അല്ലേ. ഞാൻ ധനവാനാണെന്ന് പറഞ്ഞാൽ ഞാൻ പണക്കാരൻ്റെ അടിമയാണ് അല്ലേ. അത് പോകുമ്പോൾ എനിക്ക് വിഷമമാണ്. നേരെ മറിച്ച് നിരപേക്ഷന് അതിനും പണം വേണം. പക്ഷേ ആ പണമൊന്നുമല്ല ചെയ്യുന്നത്, എൻ്റെ ബോധം കൊണ്ടാണ് അതൊക്കെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് പണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പരിഭ്രമമൊന്നുമില്ല, അതിനൊന്നും കിട്ടുമുണ്ടല്ലോ. അപ്പം നിരപേക്ഷത ലോകം മുഴുവനും ഐൻസ്റ്റീൻ്റെ തിയറി പ്രകാരം തന്നെ സാപേക്ഷമാണ്. അപ്പം ഞാനിത് പറയുമ്പോൾ ആരും കേൾക്കാനില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെയാ പറയുക, എന്താ രസമുള്ളത്? ഇത് കേൾക്കാൻ കുറച്ച് ആളുണ്ടാവണം. വാസ്തവത്തിൽ കുറേ ഇടയ്ക്ക് ചോദ്യം ചോദിക്കണം, അപ്പോഴല്ലേ അതിന് രസമുള്ളൂ. അപ്പോൾ നിരപേക്ഷൻ എന്നുള്ള ഒരു നില വരികയാണ്. ആ നിരപേക്ഷം എന്ന് പറഞ്ഞാൽ ആ നിരപേക്ഷത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് സാപേക്ഷങ്ങളൊക്കെ നിൽക്കുന്നത് അല്ലേ. ഈ ശരീരം നോക്കൂ, ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുണ്ട് ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമുക്ക് കാര്യങ്ങൾ. അവയൊക്കെ നടക്കണമെങ്കിൽ ബോധം വേണ്ടേ. ബോധത്തെ അപേക്ഷിച്ചാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്, മനസ്സ് പ്രവർത്തിക്കുന്നത്, ബുദ്ധി പ്രവർത്തിക്കുന്നത്. ഈ ബോധമില്ലെങ്കിൽ അപ്പോൾ അതിന് പേര് ബോധമില്ല എന്ന് മാത്രമല്ല, ബോധം ഇനി തിരിച്ചു വരാത്ത വിധം പോയാൽ അപ്പോൾ അതിന് ഇതാണ് ശവം എന്ന് വരെ. ആ ബോധമുണ്ടായാൽ ആ കിടക്കുന്നതിന് നമ്മൾ ശിവൻ എന്ന് പറയും. എല്ലാ ശക്തിയുണ്ട്. അപ്പോൾ ബോധം എന്നുള്ളത്, ബോധത്തിന് ഇതിൻ്റെ ഒന്നും ഈ ശരീരത്തിൽ നിൽക്കാനും ശരീരത്തിൽ നിന്ന് വിട്ടുപോകാനും എന്ത് ചെയ്യാനും സാധിക്കും. ഞാൻ ആ വിവാൻസാൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, പുഴുവിൻ്റെ ഒരു കഥ ഇല്ലേ. കർത്തും അകർത്തും അന്യഥാകർത്തും ശക്യം ചൈതന്യം, അങ്ങനെയല്ലേ. ചെയ്യാനും ചെയ്യാതിരിക്കാനും മറ്റൊന്ന് ചെയ്യാനും സാധിക്കുന്നത് ചൈതന്യമാണ്. അത് ബോധത്തിനേ ഉള്ളൂ. ബോധത്തിന് ശരീരത്തിൽ നിൽക്കാനും ശരീരത്തിൽ നിന്ന് ബോധമില്ലാതെ ശരീരത്തിലിരിക്കാനും വേണമെങ്കിൽ വിട്ടുപോകാനും ഒക്കെ സാധിക്കും. അപ്പോൾ ആ ചൈതന്യമാണ്, അതാണ് ബോധം. ആ ബോധം അതറിഞ്ഞാൽ കണ്ണ് ചെയ്യുന്നു, മൂക്ക് മണക്കണമെന്നും അല്ലാണ്ട് ഞാൻ എന്ന ബോധത്തിന് ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം അത് നിരപേക്ഷമാണ്. കണ്ണ് കാണുമ്പോഴേ എനിക്ക് ബോധം ഉണ്ടെന്ന് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ബോധം ഈ കണ്ണിനെ ആശ്രയിച്ചിരിക്കുക. അപ്പോൾ ആശ്രയം കണ്ണാവും. ഇതങ്ങനെയില്ല, കണ്ണിന് ആശ്രയം ബോധമാണ്, ബോധത്തിന് ആശ്രയം ആരുമില്ല, ബോധം തന്നെയുള്ളൂ. അത് ഞാനാന്ന് വന്നാൽ അപ്പോൾ അയാൾക്ക് കർത്തൃത്വ ഭാവനയില്ല, ഭോക്തൃത്വ ഭാവനയില്ല, യാതൊന്നുമില്ല. വേണമെങ്കിൽ അത് ഉണ്ടാക്കും ചെയ്യും. അയാൾക്ക് ഭോക്തൃഭാവന കഴിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇയാൾ പൂർണ്ണനല്ല എന്ന് വരും. എന്തും സാധിക്കും. കർത്തും അകർത്തും അന്യഥാകർത്തും ശക്യം എന്നുള്ളത് നല്ലോണം പഠിച്ചാൽ മതി. ചെയ്യാനും ചെയ്യാതിരിക്കാനും വേറൊന്നും ചെയ്യാനും. അതായത് പൂർണ്ണ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും ഓരോ വാക്കും ഈ ഗീതയിലത്തേക്ക് നമ്മുടെ പ്രശ്നമുള്ളത് അർത്ഥം അറിയാണ്ട്. സ്വാതന്ത്ര്യം എന്നുള്ളതിന് സാധാരണ ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് തോന്നിയുന്ന കാര്യം ചെയ്യാൻ സാധിച്ചാൽ സ്വാതന്ത്ര്യമാണ്. ഗീത പറയുന്നത് അതല്ലെന്നാ. തോന്നിയത് ചെയ്യുന്ന തോന്നിവാസം എന്നാ പേര്, അതിന് സ്വാതന്ത്ര്യം എന്നല്ല. തോന്നിയതൊന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. തോന്നുന്നതൊക്കെ മനസ്സിന് ദ്വന്ദ്വമുണ്ട്, പലതും തോന്നും. അപ്പോൾ വേണ്ടാതൊക്കെ ചെയ്യും. അപ്പോൾ രണ്ടാൾക്ക് 2 തരത്തിൽ തോന്നിയാൽ പിന്നെ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. മനസ്സും ബുദ്ധിക്കും ഒന്നും തോന്നാത്ത ഒരു നില വരും. കാരണം അവർ പൂർണ്ണന്മാരാണെന്ന് അവർക്ക് ബുദ്ധിം വന്നു, പിന്നെ അവർക്ക് പ്രശ്നമില്ല. അതാ സ്വാതന്ത്ര്യം. ഈ വാക്കിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പലരും നമ്മൾ സ്കൂളിൽ വരെ പഠിച്ചാലും ആധ്യാത്മവാദത്തിൻ്റെ അർത്ഥവും സാമാന്യ ജീവിതത്തിലുള്ള അർത്ഥവും വളരെ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അധികാരം എന്ന് 2-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു. അധികാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിചാരം അതിൻ്റെ അവകാശം എന്നാണ്, എനിക്ക് അവകാശം എന്നാണ്. അവകാശം എന്നുള്ള വാക്കിൽ സംസ്കൃതത്തിന് അവകാശം എന്ന് പറയുന്നതിന് ഒഴിവ് എന്നർത്ഥം സംസ്കൃതത്തിൽ, അല്ലാണ്ട് റൈറ്റ് എന്നുള്ള അഭിപ്രായമില്ല. നമുക്കൊരൊറ്റ കാര്യമേ അവകാശമുള്ളൂ. എങ്ങനെ? ഈ അധ്യാത്മപ്രകാരം ഈശ്വര സാക്ഷാത്കാരം സാധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുമാത്രമേ നമ്മുടെ കർത്തവ്യമുള്ളൂ. മറ്റൊന്നും നമ്മുടെ കർത്തവ്യമല്ല. കാരണം അതൊന്നും നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റില്ല, പലരുടെയും സഹായം വേണം. ഇത് എന്താ സാധിക്കുന്നത്? ഈ ഈശ്വര സാക്ഷാത്കാരം ഞാൻ ആത്മാവാണെന്ന് അറിയാൻ അത് നമ്മളും മറന്നിട്ടുള്ളൂ. അത് ഉണ്ടാക്കണ്ട. അതാണ് ഈ ആത്മാവിനെ കിട്ടുകയാണ്. ആത്മാവിനെ ഉണ്ടാക്കില്ല, ഉണ്ടായതൊക്കെ ഇല്ലാതെയാവും. കിട്ടിയത് ഓർമ്മയില്ലായ കൊണ്ടാണല്ലോ. ആ ഓർമ്മയില്ലായ്മ കൊണ്ട് മാറിയാൽ മതി. ഈ ഓർമ്മയില്ലായാണ് വാസന. ഞാൻ ശരീരമാണെന്നാണല്ലോ ആദ്യത്തെ വാസന, അതല്ലേ അഹങ്കാരം.
ഇന്നത്തെ വാസനം എനിക്ക് അന്ന് അതിൻ്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ള മമതി. ഈ ഓർമ്മയില്ലായാണ് വാസന എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മ എന്ന് എനിക്ക് പറയാം, ഓർമ്മക്കേട് അല്ലോ. ഞാൻ പൂർണ്ണനാണെന്നുള്ള ഓർമ്മ വിട്ടാലേ വാസന വരുവയ്ക്കൂ. ഞാൻ പൂർണ്ണനാണെന്ന് അറിയേ വേണ്ടു, അതിനെ ആക്കണ്ട. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പശ്യൻ, ശൃണ്ണൻ, സ്പൃശൻ, ശൃംഗൻ എന്ന് വെച്ചിട്ട് ഇതൊക്കെ ആ ഇന്ദ്രിയങ്ങൾ ചെയ്യണമെന്നല്ലാണ്ട് താനൊന്നും ചെയ്തു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സും ബുദ്ധിയും ഇതൊക്കെ വീണു. ഒരു ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. ഇതിലൊരു തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിലില്ല അത്. അതായത് ഈ സംഭോഗം ചെയ്യുക എന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് ഇതിൽ വിട്ടിറക്കണു. അതൊരു ക്രിയല്ലേ ആണെങ്കിൽ അത് ഇവിടെ വിട്ടിറക്കണു. ആവശ്യത്തോടു കൂടി വിട്ടതാ. കാരണം സംഭോഗം ചെയ്യുക എന്നുള്ളത് ഈ ഇന്ദ്രിയത്തിൻ്റെ സ്വഭാവമൊന്നുമല്ല. ആഗ്രഹം ഉണ്ടെങ്കിലേ വയ്ക്കൂ, ഇല്ലെങ്കിൽ ആവശ്യമില്ലല്ലോ. ആൾക്ക് അങ്ങനെ ഒന്നും ആവശ്യമില്ല. പല സന്യാസിമാർക്കൊന്നും അങ്ങനെ ബോധം തന്നെ വരുന്നില്ല. താൻ പുരുഷനാണെന്ന് തന്നെ സ്ത്രീയാണെന്നും അറിയണില്ല അവർ. ശരീരബോധമില്ല. അപ്പോൾ ശരീരബോധം ഉണ്ടെങ്കിലേ ഈ സംഭോഗം എന്നുള്ളൊരു കാര്യം വരുള്ളൂ. അപ്പം അതിനിവിടെ പറഞ്ഞിട്ടില്ല. കാരണം അത് എപ്പോഴും എങ്ങനെ ജ്ഞാനി ആയിട്ടുള്ള ആൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാവില്ല. അഹങ്കാരം വേണം അല്ലേ? ഞാൻ ശരീരബോധം ആൾക്കല്ലേ ഈ സംഭവമുള്ളൂ, ഇതൊക്കെ ശരീരം തന്നെ ബോധമില്ല, പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് അങ്ങനൊരു കാര്യം ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അഹങ്കാരം ഉണ്ടെങ്കിലല്ലേ മമതയൊക്കെ വരുള്ളൂ. ഞാൻ ആളാണെന്നും അപ്പം എൻ്റെ ഭാര്യ എന്നൊക്കെ അങ്ങനെയല്ലേ, അതന്നെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ആ പ്രവൃത്തി ഇവിടെ ഇതിൽ പറഞ്ഞിട്ടില്ല. എത്ര ശ്രദ്ധിച്ചിട്ടാണ് നമുക്ക് തോന്നുന്നു, എന്താ അത് ഗനമൊന്നുമില്ലയോ ചോദിച്ചാൽ അത് പറഞ്ഞെങ്കിൽ അപകടം ഉയർന്നു. കാരണം അപ്പോൾ അഹങ്കാരം ഉണ്ടെന്ന് വരും. അപ്പോൾ അഹങ്കാരമില്ലാത്ത ആളെ കഥ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവരവർ ചെയ്യണമെന്നല്ലാണ്ട് താൻ ചെയ്യണു എന്ന് അദ്ദേഹത്തിന് തോന്നില്ല. കാരണം അദ്ദേഹത്തിന് മമതയില്ല, അഹന്തയില്ല. അപ്പോൾ സന്യാസത്തിന് പൂർണ്ണമായി. അഹന്ത മുഴുവൻ പോയാൽ സന്യാസമായി, മമത മുഴുവൻ പോയാൽ കർമ്മയോഗമായി. അവ രണ്ടും തുല്യങ്ങളുമാണ്. അപ്പോൾ ഇതിൽ ഏതാ കളയേണ്ടത് എന്ന ചോദ്യം. നല്ലത് എന്താണ്? മമത കളയലാണ്. അതാണല്ലോ ഇവിടെ പറഞ്ഞത്. സന്യാസത്തിന് വേണ്ടാന്നല്ല പറഞ്ഞത്. ഇത് സാധിച്ചാൽ രണ്ടും സാധിക്കുന്നുണ്ട്. ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്ത്വാ കരോതി യ ലിപ്യതേ ന സ പാപേന പത്മപത്രമിവാംബസ. ബ്രഹ്മണ്യാധായ, ആധായ ച വയ്ക്കുക, ആധാനം ചെയ്യുക. ബ്രഹ്മണി ച ബ്രഹ്മത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ വയ്ക്കുക ച പൂർണ്ണത ആവുക. ബ്രഹ്മണ്യാധായ കർമാണി, കർമ്മങ്ങളൊക്കെ പൂർണ്ണതയിലാണ്. പൂർണ്ണതയിലും ഒരു കർമ്മം ഉണ്ടാവാം. അവിടെ പൂർണ്ണതയിലെ കർമ്മത്തിന് എന്താ വെച്ചാൽ ഈ ഒട്ടലില്ല. മനസ്സ്, ബുദ്ധി, ശരീരമൊക്കെ ഉണ്ട് അവിടെ. ആ ഭാവം ഉണ്ടല്ലോ, വാസന ഇല്ല. കർമ്മ സംഘം ത്യക്ത്വാ കരോതി. വീണ്ടും പറയുന്നു, അതിനോടൊരു ഒട്ടലില്ലാതെ ആരാണോ ചെയ്യുന്നത് അയാൾ ഒട്ടലില്ലാതെ അയാൾ ലിപ്യതേ, അയാൾ പിന്നെ ഒട്ടില്ലല്ലോ. ലിപ്യതേ എന്നുവെച്ചാൽ പാപേന, പാപം കൊണ്ട് അയാൾ ഒട്ടുന്നില്ല. പാപം എന്ന് പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ട്, ഒരു കർമ്മമല്ല പാപം, മനസ്സിൻ്റെ ഭാവമാണ്. ഞാനൊരു കാര്യം ചെയ്തിട്ട് അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നുമ്പോൾ ഉണ്ടാവുന്ന മനോവിഷമത്തിൻ്റെ പേരാണ് പാപം. പാപം ഒരു കർമ്മമല്ല, ഒരു ഭാവമാണ്. അത് എന്താ പാപം? രണ്ട് പാപം നമുക്കുള്ളത്. ഞാൻ അതൊക്കെ അനുഭവിച്ചത് ഞാനാണ് എന്നൊരു തോന്നൽ. അപ്പോൾ ഭോക്തൃത്വം എന്ന പാപമായി. ഞാനാണതൊക്കെ ചെയ്തത് എന്ന കർത്തൃത്വം, ആ ഭാവ, അതൊരു പാപ. അതിന് രണ്ട് പാപ നമ്മളുടെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഭോക്തൃത്വം എന്ന പാപം, ഒന്ന് കർത്തൃത്വം എന്ന പാപം. കാരണം ഇത് രണ്ടും തെറ്റാ. അധ്യാത്മശാസ്ത്രപ്രകാരം ഞാൻ ആത്മാവാണ്, ഞാൻ കർത്താവാൻ വയ്യ, ഞാൻ ഭോക്താവാൻ വയ്യ, നമ്മൾ തെറ്റിദ്ധരിച്ചുല്ലോ. അതാ പാപം. അപ്പോൾ ഈ ഇതുകൊണ്ടാണല്ലോ പാപം വരുന്നതും. അഹന്തിയും പാപം മമതിയില്ലാച്ച ആൾക്ക് എന്തിനു പാപം എങ്ങനെയാ വരിക? അയാൾക്ക് പാപമൊന്നും ഉണ്ടാവില്ല. കാരണം അയാളുടെ കർമ്മങ്ങളൊക്കെ ബ്രഹ്മണി ആധായ, ബ്രഹ്മത്തിൽ ആശ്രയത്തിലാണ് തൻ്റെ കർമ്മങ്ങളൊക്കെ. അപ്പം എനിക്ക് രണ്ടെന്ന ഭാവം തന്നെ ഇല്ല, എല്ലാം ഒന്നുപോലെ. എന്നിട്ട് ഈശ്വരൻ്റെ നിയമപ്രകാരം ഇവിടെ ചില കർമ്മങ്ങൾ യന്ത്രം ചെയ്യണ പോലെ. യന്ത്രത്തിന് ആ ഡ്രൈവർ എങ്ങനെയാണ് എന്താ പറഞ്ഞാൽ അത് കൂട്ടാക്കുക എന്നല്ല. യന്ത്രത്തിന് സ്വന്തം ഒരു ആഗ്രഹമൊന്നുമില്ലല്ലോ. അയാൾ എന്താ പറഞ്ഞു വെച്ചാൽ അതുമാതിരി ഈശ്വരനാകുന്ന ആ ചൈതന്യം എന്നെക്കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറഞ്ഞു വെച്ചാൽ അതൊക്കെ ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് പാപം ഉണ്ടാവുക. ഏതുപോലെ എന്ന് പറഞ്ഞാൽ പത്മപത്രം വിവാഹംബസ, വെള്ളത്തിൽ കിടക്കുന്ന താമരയുടെ ഇല പോലെ. വളരെ
അതെ, അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, കർത്താവാണെന്ന് ഏതിൻ്റെ ചാതുർവർണ്ണ്യത്തിൻ്റെ പറയുമ്പോഴാണ് പറഞ്ഞത്. ചാതുർവർണ്ണ്യം അവരുടെ ഗുണകർമ്മങ്ങളെ കൊണ്ടാണ് ചാതുർവർണ്ണ്യം ഉണ്ടായത്. ഭഗവാനൊന്നും ചെയ്യുന്നില്ല. ഈ പ്രശ്നം വരുന്നത് നമുക്ക് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനാണെന്നൊരു തോന്നൽ അങ്ങോട്ട് മറന്നു പോകണില്ല. കുറെ നല്ലൊരാളാണ് എന്ന് വിചാരം തോന്നുന്നു ഭഗവാൻ. നല്ലതാണ്ടേ ഈ പരിപൂർണനാണ്. ആ ശരീരഭാവന അങ്ങോട്ട് വിടാൻ വളരെ പ്രയാസമുണ്ട്. എന്താ പറയുക, സഗുണ ഈശ്വരഭാവനയും നിർഗുണ ഉണ്ടല്ലോ, നിരാകാര എന്നൊക്കെ ഉണ്ടല്ലോ, അത് എളുപ്പമല്ല. ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ കുട്ടിക്കാലം നിൽക്കാൻ ഗുരുവായൂരപ്പ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഭാവന ഉണ്ട് എനിക്ക്, ആ ബിംബത്തിൻ്റെ. അതങ്ങോട്ട് പോകണം. വളരെ വ്യക്തമാണ്. ഗുരുവും വായു എന്നുള്ള തലത്തിലുള്ള ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കാറ്റും ചൂടുള്ള ദിക്കിലുള്ള ഈശ്വരൻ വെച്ചാൽ ബോധം എന്നർത്ഥം. അപ്പോൾ ഒരാളല്ല. പക്ഷെ നമുക്ക് വളരെ കാലമായിട്ട് പരിചയിച്ച് വന്നപ്പോൾ ഒരു അടയാളമില്ലാണ്ട്, ഇപ്പം ഇന്ത്യയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറ്റുക? ഒരു കൊടി ഉണ്ടാക്കണം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഇന്ത്യയാണെന്ന് വിചാരിച്ചിട്ട് അതിനെ തൊഴുകല്ലാണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ അതിലായിരിക്കണം, അതിനെങ്ങനെ തൊഴുക? സാധിക്കില്ല. പ്രയാസനതി അത് മതി. ഇവിടെ പത്മപത്രം മീമാംസിച്ചാൽ വെള്ളത്തിൽ കിടക്കുന്ന താമര പോലെ വെള്ളത്തിൽ നിന്നാണ് അതിന് ജനിക്കുന്നത്, വെള്ളത്തിലാണ് കിടക്കുന്നത്, എന്നിട്ട് വെള്ളത്തിലായിട്ട് ഒട്ടില്ല. ഇതുപോലെ നമ്മൾ ഈശ്വരനാണ് ഉണ്ടായത്, ഈശ്വരൻ്റെ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ശരീരമല്ല ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് എന്ന് വന്നാൽ പിന്നെ അയാൾക്ക് എന്താ ഒട്ടലുള്ളത്? ഒട്ടൽ മുഴുവൻ ഒന്നുകിൽ ഭോക്തൃത്വം കൊണ്ടോ അല്ലെങ്കിൽ കർത്തൃത്വം കൊണ്ടോ. അത് രണ്ടും ഇല്ലാത്ത ആൾക്ക് പിന്നെ എന്ത് ഒട്ടല ഉണ്ടാവണം? യാതൊന്നുമില്ല. അപ്പോൾ വളരെ കേമമായിട്ട് സന്യാസത്തെയും കർമ്മയോഗത്തെയും കൊണ്ടുവന്ന് ഇവിടെ അവസാനിക്കുന്ന മാതിരിയാണ് ഏകദേശം വരുന്നത്. എന്തായി? പത്മപത്രം വിവാംബസ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നേടേണ്ട ഒരു കാര്യം. പലതും ഇവിടെ വരും ജീവിതത്തിൽ, അത് നിന്ന് മാറ്റാനൊന്നും നമുക്ക് സാധിക്കില്ല. നമ്മുടെ കീഴിലല്ലോ മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമ ആപായനോ അനിത്യം താൻ തിരിച്ചുസ്വ ഭാരത എന്ന് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനല്ല പ്രകൃതി, ആ പ്രകൃതി ഈശ്വരൻ്റെ ഇഷ്ടത്തിനാണ്. അത് അതിൻ്റെ പാട്ടിൽ നടന്നുകൊണ്ടിരിക്കും. ആ വന്നതൊക്കെ എന്ത് വന്നാലും അതൊന്നും എന്നെ ബാധിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ശരീരമാണെന്നും ശരീരം എൻ്റെയാണെന്നും ധരിക്കുന്ന ആളുകൾക്ക് ഇത് ബാധിക്കാതെ ഇരിക്കില്ല. അതായത് കർത്തൃത്വമുണ്ട്, ഭോക്തൃത്വം ഉണ്ടെങ്കിൽ ബാധിക്കും. അപ്പോൾ കളയേണ്ടത് ശരീരത്തിനെയല്ല, മനസ്സിനെയല്ല, ബുദ്ധിയല്ല, ഭാവത്തിനെയാണ്, സങ്കല്പത്തിനെയാണ്. ആ സങ്കല്പമാണ് ഇതൊക്കെ. ശരീരം, മനസ്സ്, ബുദ്ധിയൊക്കെ സങ്കല്പമാണ്. ആ സങ്കല്പത്തിനെ മാറിയാൽ പിന്നെ പ്രശ്നമില്ല. അത് നമുക്ക് സാധിക്കും എന്നുള്ളതിന് കാരണം അത് സാധിക്കില്ലെങ്കിൽ ഈ അധ്യാത്മം കൊണ്ട് തന്നെ ഒരർത്ഥമില്ല. എന്തൊക്കെ കഴിഞ്ഞാലും ശരി, സങ്കല്പം ഇല്ലാണ്ടാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ സങ്കല്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തി എന്നല്ലേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. സങ്കല്പം താഴെ വരുമല്ലോ. ഈ സങ്കല്പരഹിതം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പൂർണ്ണത എന്നർത്ഥമാണ്. അല്ലാണ്ടേ ഒരു ഇപ്പോൾ കയ്യിൽ നിന്ന് ഒരു സാധനം കൊണ്ട് 10 റുപ്യ കളഞ്ഞാൽ പണരഹിതം എന്ന് പറയുന്ന പോലെയല്ല ഇത്. കളയേണ്ടത് എന്താണ്? ഭാവന. ഞാൻ രണ്ടാണ്, അല്ലെങ്കിൽ ഈശ്വരൻ വേറെയാണ്, ഞാൻ വേറെയാണ്, അല്ലെങ്കിൽ ഞാൻ വേറെയാണ്, സാധനങ്ങൾ വേറെയാണ്. ഈ രണ്ടെന്ന ഭാവന, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഉണ്ടൽവതും ഉണ്ടാവതല്ല മഹ എന്ന് പറഞ്ഞ പോലെ അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പത്മപത്രം വിവാംബസ. അങ്ങനെ ഇവാന്നേ പറഞ്ഞിട്ടു പോലെ. കാരണം ശരിക്ക് അല്ല മാത്രമല്ല ഒരു ഉദാഹരണം പറയാനേ വയ്ക്കൂ. വാസ്തവത്തിൽ ആത്മജ്ഞാനത്തെ പറ്റിയിട്ട് ഒരു ഉദാഹരണം കൂടി പറയുക. കാരണം അതൊന്നാ ഉദാഹരണം വേണമെങ്കിൽ 2 വേണം. എന്താണ് ചുവന്ന പശു എന്ന് പറയുക മനസ്സിലാക്കാനേ. 2 പശുക്കളുണ്ട്. ആ ചുവന്ന പശു ഇന്ത്യ എന്ന് പറഞ്ഞാൽ കറുത്ത പശു നിങ്ങളുടെയാ. അപ്പോൾ 2 ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം കാണിക്കണേ. 2 പശു തന്നെയാണ്. അതുപോലെ ഈ 2 ഉണ്ടെങ്കിലേ ഉദാഹരണം ഉണ്ടു പറയാം. ഇവിടെ ഇപ്പോൾ ഉദാഹരണം കാണിക്കുമ്പോൾ 2 ഉണ്ട്. വസ്തുത 2 ഇല്ലാണ്ട് ആവിലാണ് അയാൾക്ക് ഉണ്ടായിട്ടും എലിയും വെള്ളവും ഉണ്ടായിട്ടും അവ തമ്മിൽ ഒട്ടുന്നില്ല എന്നാണല്ലോ. അല്പപത്രം വിവാംബസം. പിന്നെ അയാൾക്ക് സാധിക്കില്ല. പറഞ്ഞു കായേന മനസാ ബുദ്ധ്യ കേവലൈ ഇന്ദ്രിയൈരവി യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്ത ആത്മശുദ്ധയെ. നമുക്ക് വേണ്ടിയാണ് സാധാരണക്കാരൻ. അവിടെ എന്ന് വെച്ചാൽ കായേന മനസാ ബുദ്ധ്യ. പാസ്വൽ കുറച്ച് ശ്രദ്ധിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ പ്രയാസമില്ല. നിൽക്കുക കായേന ശരീരം കൊണ്ട്,
മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, കേവലൈ ഇന്ദ്രിയൈ അഭി, വെറും ഇന്ദ്രിയങ്ങൾക്ക് ഒരു ബോധമില്ല. ഈ ശരീരത്തിലെ ഒരു ഭാഗങ്ങളാണല്ലോ. ആ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വരും. യോഗിന കർമ്മ കുർവന്തി, യോഗികൾ കർമ്മം ചെയ്യുന്നു. എന്തിന്? സംഘം ത്യക്ത, അവർ ചെയ്യുന്ന കർമ്മം ഒട്ടലില്ലാതെയാണ്. പത്മപത്രം വിവാംബസ പോലെ അവർക്ക് ഒട്ടലില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒട്ടലോട് കൂടിയാണ്. അപ്പം നമുക്ക് കിട്ടിയ സന്തോഷമുണ്ട്, കിട്ടിയില്ലെങ്കിൽ ദുഃഖമുണ്ട്, അല്ലേ? വിചാരിച്ച് നടന്നാൽ സന്തോഷമുണ്ട്, നടന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പല വ്യത്യാസമുണ്ട്. ഇവർക്ക് അവർ എന്താണ്? സിദ്ധ്യോ സമോ ഭൂത്വ, സമത്വം യോഗോ ഉച്ചത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരാണ്. അവർക്ക് ഇതിനോട് യാതൊരു ബന്ധവുമില്ല. പ്രവൃത്തി തന്നെ നടക്കണു, ഏതുപോലെ യന്ത്രം പോലെ. പറഞ്ഞല്ലോ മുമ്പ് തന്നെ, ത്യക്വ എന്താണ്? യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്വ. എന്തിന്? ആത്മശുദ്ധയെ. ഇവിടെ ആത്മാവ് എന്നുള്ളതിന് പരമാത്മാവെന്ന അർത്ഥമല്ല. ആത്മാവ് എന്നുള്ളതിന് മനസ്സെന്നർത്ഥം വരും. മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട്. കാരണം ഈ ഒട്ടലും ഒട്ടാതിലിരിക്കലും ഒക്കെ മനസ്സിൻ്റെ പണിയാണ്. മനസ്സ് ഇങ്ങോട്ട് മാറി നിന്നാൽ പിന്നെ ഒന്നിനോടും ഒട്ടലും ഇല്ല, ഒട്ടാതിരിക്കലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ആത്മാവെന്ന് പറഞ്ഞതിന് മനഃശുദ്ധി. ഈ മനസ്സാണ് സങ്കല്പത്തിൻ്റെ ആള്. അപ്പോൾ ആത്മശുദ്ധി എന്ന് വെച്ചാൽ സങ്കല്പങ്ങൾ ഇല്ലാതെയാക്കുക, അല്ലേ? തീരെ ഇല്ലാതെയാവാൻ പ്രയാസമുണ്ട്. അതിസൂക്ഷ്മമായ സങ്കല്പം വരും, വളരെ ചുരുങ്ങും. എന്താ കാരണം? ചിദപ്രജ്ഞൻ്റെ അവിടെ വരുമ്പോൾ ഈ ശരീരമുള്ളിടത്തോളം കാലം സങ്കല്പം ഇല്ലാണ്ടാവില്ല എന്ന് അവിടെ വളരെ വ്യക്തമാണ്. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മന തുഷ്ടസ്ഥിതപ്രജ്ഞസ്തോച്യത എന്ന ശ്ലോകം. ശ്രദ്ധിക്കുന്നതൊക്കെ വളരെ പ്രശ്നമാണ്. കാരണം എന്താ? പ്രജഹാതി, പ്രകർഷയാണ്, കൊല്ലുന്നു. ഇത് സർവാൻ കാമാൻ, ആഗ്രഹങ്ങളെ. എങ്ങനെ? മനോഗതാൻ, മനസ്സിലേക്ക് വരുന്ന എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ മനസ്സ് ശുദ്ധാണ്. അതെ, നല്ല മനസ്സ് പറഞ്ഞാൽ ആത്മാവായി ശുദ്ധമായ കണ്ണാടി. പക്ഷെ അതിലേക്ക് ഇങ്ങനെ കാമം വന്നുകൊണ്ടിരിക്കും. ആ വന്ന കാമത്തിനെ അപ്പം തന്നെ വിടും. ആര്? ഈ സ്ഥിതപ്രജ്ഞൻ. അങ്ങനെയാണല്ലോ പറഞ്ഞത്. അല്ലാണ്ട് അദ്ദേഹത്തിന് കാമം തീരെ വരില്ല എന്ന് പറഞ്ഞു വരികയാണ്. പിന്നെ അദ്ദേഹം ഒരു മനുഷ്യനല്ല, അല്ലേ? സങ്കല്പം വരും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും എന്തിനായി സങ്കല്പം, അത് വേണ്ട പോട്ടെ എന്ന് പറയുന്നത്. നമ്മൾ സങ്കല്പം വരുമ്പോൾ അതിനെ പിടിക്കുക, എന്നിട്ട് അവിടെ നിൽക്കുക. അപ്പോഴാണ് നോക്കും പിന്നെ അത് ചെയ്യാൻ തോന്നുന്നത്. ഇത് ബുദ്ധിമുട്ട്. സ്ഥിതപ്രജ്ഞ ഉണ്ടാവില്ല. അപ്പോൾ സങ്കല്പം വരാത്ത ഒരാൾ ഈ ലോകത്ത് ഉണ്ടാവാൻ വയ്യ. ശരീരം ഉള്ളിടത്തോളം കാലം ഞാൻ ഒന്നുമില്ലെങ്കിലും ഞാൻ ശരീരമാണെന്നെങ്കിലും സങ്കല്പം വേണമല്ലോ. അവസാനത്തേനും ശരീരമാണെന്ന് സങ്കല്പം ഇല്ലാണ്ട് പിന്നെ എന്ത് ശരീര? പക്ഷേ ആ സങ്കല്പം കൂടിയും പോയാൽ പിന്നെ അയാളെ ജീവൻ മുക്തൻ എന്ന് പറയണം, വിദേഹമുക്തനൊക്കെ. ഇതങ്ങനെയല്ല. ഇവിടെ നമ്മൾ ജീവൻ ഈ ശരീരത്തിൽ ഇരുന്നിട്ടാണ് മുക്തനം. പക്ഷേ അതെ, ശരീരം ഉണ്ടായിട്ടും ശരീരത്തെ തോന്നാതിരിക്കാം. അതാ അവിടെ പറഞ്ഞത്. ഏന മനസ്സാ ബുദ്ധിയ കേവല യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്ത്വ ആത്മശുദ്ധയെ. അപ്പോൾ എല്ലാവരും എന്തു വേണം? ഈ ആത്മാവിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക വേണം. യുക്ത കർമ്മഫലം ത്യക്ത്വ ശാന്തി ആപ്നോതി നൈഷ്ഠികം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യത്തെ. യുക്തൻ എന്ന് പറഞ്ഞാൽ സമചിത്തനായ. അയാൾ എന്ത് ചെയ്യുന്നു? കർമ്മഫലം ആ യുക്തനാണെൻ്റെ ഓരോന്നിൻ്റെ തൊട്ടടുത്ത് അപ്പം അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. യുക്ത എന്ന് പറഞ്ഞിട്ട് കർമ്മഫലം ത്യക്ത്വ. കർമ്മത്തെ ത്യജിക്കാൻ പറയുന്നില്ല. പലരും ധരിക്കുന്നത് കർമ്മം ചെയ്യേണ്ടെന്നാ. കർമ്മം ചെയ്താൽ പിന്നെ ഫലത്തിന് ജയിക്കാട്ടോ. കർമ്മം ചെയ്തിട്ടുണ്ടല്ലോ ഫലം ജയിക്കാൻ. കർമ്മഫലം ത്യക്ത്വ, ഇത്രയേ ഉള്ളൂ. കർമ്മത്തെ ത്യക്ത്വ എന്ന് പറഞ്ഞിട്ടില്ല ഗീത ഒരിക്കലും. പലരും സന്യാസികാർക്ക് തോന്നുന്നത് അവർ ഈ കർമ്മഫലം ത്യക്ത്വ പകരം അവർ കർമ്മം ത്യക്ത്വ പറഞ്ഞിട്ട് ആശ്രമത്തിൽ പോയിട്ട് മിണ്ടാണ്ട് ഉതിരിക്കുക. പക്ഷേ അയാൾ സന്യാസം ചുവന്ന കുപ്പായിട്ടുണ്ടെന്നല്ലാണ്ട് അയാൾക്ക് പറ്റില്ല. ഇവിടെ പുറത്തിരുന്നിട്ട് പണിയെടുക്കുന്ന ആളും കർമ്മം ഫലമാണെങ്കിൽ അയാളാ സന്യാസി. അപ്പോൾ യുക്ത കർമ്മഫലം ത്യക്ത്വ ശാന്തി ആപ്നോതി നൈഷ്ഠികം. ശാന്തി, പരമമായ ശാന്തി വെച്ചാൽ അനക്കല്ലാത്ത ശാന്തത, മനസ്സിൻ്റെ ശമം എന്നുള്ളതൊക്കെ മനസ്സിൻ്റെ ഒതുക്കുക. നൈഷ്ഠിക്ക് നിഷ്ഠയോടുകൂടിയ വെച്ചാൽ ഉറച്ച നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നൊക്കെ ഒരാളെ പറ്റി പറയും. ആദ്യം മരിച്ച് കല്യാണത്തിൻ്റെ ആലോചന പോലും ആൾക്ക് തോന്നിയിട്ടില്ല. അതാണ് നൈഷ്ഠികൻ. നിഷ്ഠയോടുകൂടിയ ആ ആൾ എന്ത് ചെയ്യുന്നു?
അയുക്തനാണെങ്കിൽ നേരെ മറിച്ച് അയുക്ത കർമ്മഫല കാമകാരേണ ഫലേ സക്തോ, ഫലത്തിലാണ് ആൾക്ക് മോഹം. കർമ്മം ചെയ്യാതെ തന്നെ ഫലം കിട്ടിയ സന്തോഷമുണ്ട്, ഒട്ടും പണിയെടുക്കാണ്ട് ഉണ്ട്. അപ്പം തന്നെ മര്യാദക്കാരാണെങ്കിൽ കർമ്മം ചെയ്തൊരു ഫലം വേണമെന്നുള്ളൂ. അപ്പം നമ്മുടെ കൂട്ടർക്ക് ഇപ്പം അങ്ങനെയല്ല, കർമ്മം ചെയ്യാണ്ട് തന്നെ ഫലം വേണമെന്നായിട്ടുണ്ട്. അത് ഗീതയുടെ കാലത്ത് ഇങ്ങനെ ഭഗവാൻ വിചാരിച്ചിട്ട് തോന്നുന്നില്ല, ഇങ്ങനെ ചില കൂട്ടത്തിലുണ്ടാവുന്നത് ഒരു പണിയെടുക്കാണ്ട് ഫലമൊക്കെ വേണമെന്നുള്ളത്. അന്നൊക്കെ പണിയെടുത്തിട്ട് എനിക്ക് ഫലം എന്നല്ലാണ്ടേ പണിയെടുക്കാതെ പണി എനിക്ക് വേണം എന്നുള്ള ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള ഇപ്പോഴത്തെ വാക്കില്ലേ, അത് അത്ര ഉണ്ടായിട്ട് തോന്നുന്നില്ലോ. ഈ അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യതേ, അവൻ ഫലത്തിൽ അയാൾ കുടുങ്ങണു. കാരണം അയാൾക്ക് ഫലത്തിലാ മോഹം, കർമ്മത്തിന് മടിയുണ്ട്, അത് അയാൾക്ക് കിട്ടാൻ പ്രയാസമാണല്ലോ. ബന്ധിക്കുക വെച്ചെന്നർത്ഥം രണ്ടുണ്ടെങ്കിലല്ലേ ബന്ധനമുള്ളൂ. ഒരാളാണെങ്കിൽ അയാൾക്ക് ബന്ധനമില്ലല്ലോ. ഈ ബന്ധിക്കുക പറഞ്ഞാൽ രണ്ടുണ്ടെന്ന തോന്നൽ തന്നെയാണ് ഈ ബന്ധനം എന്ന് പറയുന്നത്. ഞാൻ ശരീരമാണെന്നും ഇതൊക്കെ എൻ്റെയാണെന്നും എനിക്ക് വേണമെന്നുള്ള ആ ഭാവത്തിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. ഈ ബന്ധനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, മുക്തൻ ഇല്ലേ, മുക്തനും ബന്ധനും എന്താ പറ്റും തമ്മിലുള്ള വ്യത്യാസം ഭഗവാനെ എന്ന് ചോദിക്കുന്നുണ്ട് ഭാഗവതിൽ. അപ്പോൾ ഭഗവാൻ പറയും ബദ്ധോ മുക്ത ഇതി വ്യാഖ്യ ഗുണതോമേ എന്ന വസ്തുത. ബുദ്ധവരെ ഈ ബദ്ധൻ മുക്തൻ എന്നുണ്ടല്ലോ, ഇത് രണ്ട് തോന്നലാന്ന, വാസ്തവത്തിലില്ല. കാരണം ബദ്ധനാണ് എന്ന് പറഞ്ഞാൽ അയാൾ മുക്തനാവാൻ മോഹിക്കും അല്ലേ, മുക്തനാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ബദ്ധനല്ലാണ്ട് അവനെ കൊള്ളാൻ മോഹമുണ്ട്, കണ്ടല്ലോ ബദ്ധനും. രണ്ടായാലും സങ്കല്പമുണ്ട്. ഞാൻ ബദ്ധനാണെന്നുള്ളതിനൊരു സങ്കല്പമാണ്, ഞാൻ മുക്തനാണെന്നുള്ളതും ഒരു സങ്കല്പമാണ്. ഞാൻ ഒന്നുമില്ല. അതുകൊണ്ട് നാരായണീയത്തിൽ പറയുമ്പോൾ നിത്യമുക്ത എന്നവിടെ നിഗമസഹസ്രേണ നിർഭാസ്യമാനം, ഈ ആത്മാവ് നിത്യമുക്തനാ, അദ്ദേഹം ബദ്ധനാവുക എന്നുള്ളത് ഉണ്ടായിട്ടേ ഇല്ല. അത് വയ്യ. കാരണം ബദ്ധനും മുക്തനും പറഞ്ഞാൽ ദ്വന്ദ്വം വന്നു. ഇവിടെ ആത്മാവ് നിർദ്വന്ദ്വാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മുക്തനാണെന്നും അറിയില്ല, ബദ്ധനാണെന്നും അറിയില്ല, അദ്ദേഹം നിത്യമുക്തനാ, മറ്റതൊന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങനെയാണ് അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബദ്ധ്യത, അയാൾ കുടുങ്ങണു. കാരണം ഫലം കിട്ടിയാഞ്ഞാൽ അയാൾക്ക് ദുഃഖമുണ്ട്. മറ്റേ ആൾക്ക് ഫലം കിട്ടാഞ്ഞാൽ ദുഃഖമില്ല, കിട്ടിയാൽ സന്തോഷവുമില്ല. കാരണം അതൊക്കെ പ്രകൃതിയിലാണ് നടക്കുന്നത്. ഞാൻ പൂർണ്ണനാ, എനിക്ക് ഫലം കിട്ടും വേണ്ട, കിട്ടാണ്ടിരിക്കൊന്നും വേണ്ട, ഒന്നിനും ആവശ്യമില്ല എന്നുള്ള ആൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യം വന്ന അതായത് പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യം ഒന്നേ ഉള്ളൂ, ജീവിതത്തിൽ നമ്മൾ ഈ സാപേക്ഷമാവരുത്. ഇവിടെ പ്രധാന ഉദ്ദേശം എത്ര കാലം നമ്മൾ സാപേക്ഷത്തിൽ നിൽക്കുന്നുവോ അത്ര കാലം നമുക്ക് ഈ സുഖദുഃഖങ്ങളും അല്ലെങ്കിൽ ദ്വന്ദ്വങ്ങളൊക്കെ ഉണ്ടാവും. ആ നിർദ്വന്ദ്വനായാൽ പരമജ്ഞാനിയായി, അയാളാണ് സന്യാസി. പറഞ്ഞല്ലോ ആദ്യത്തിനെ, സന്യാസി വെച്ചാൽ പണിയെടുക്കാത്ത ആളല്ല. പലരും അങ്ങനെ ധരിച്ചു വരികയാണ്, അതാ ഈ വിഷമമൊക്കെ. സന്യാസി എന്ന് പറഞ്ഞാൽ മറ്റേ ആളേക്കാൾ ഒട്ടും കുറവല്ലാതെ ചിലപ്പോൾ അധികം നന്നായിട്ട് പണിയെടുക്കുന്ന ആളാണ് സന്യാസി. സന്യാസി പണിയൊക്കെ എടുത്തിട്ട് തനിക്കതിൻ്റെ താൻ കർത്താവാണെന്ന് ഭാവമില്ല എന്നുള്ളൂ. ഈ ഞാൻ കർത്താവാണെങ്കിലല്ലേ അതിൻ്റെ ഫലം എനിക്ക് കൊണ്ടു. ഞാൻ കർത്താവല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാത്തൊരു പണിയുടെ നിങ്ങളൊരു പണി ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കിയാൽ ഞാൻ അത് കിട്ടണമെന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. സാമാന്യക്കാരും പറയാമല്ലോ. ഇപ്പോൾ അങ്ങനെയായിട്ടുണ്ട്. മറ്റാൾ പറഞ്ഞാലും എനിക്ക് കിട്ടണം എന്നുള്ളതായിട്ടുണ്ട്. ഇതങ്ങനെയില്ല. നല്ല ആളുകളൊക്കെ നിങ്ങൾ ചെയ്ത് പണിയെടുത്താൽ നിങ്ങൾക്ക് കൂലി നല്ലാണ്ട് നിങ്ങൾ പണിയെടുത്ത ശേഷം അതിനകത്ത് കൂലി എനിക്ക് തരുമെന്ന് പറയുന്നത് അത്രയ്ക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ. ആ ഗീതയുടെ കാലത്ത് അതുണ്ടായിരുന്നു തീർച്ചയായും അല്ലോ. അതുകൊണ്ട് അയാൾ സന്യാസി. ഇത് രണ്ടും ഒരുപോലെയാണ്. അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബദ്ധതേ. ഇനി 12 ശ്ലോകമായി അടുത്തത് പിന്നെ പറയും.